ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോവാണ്. 3 days ആയിട്ടാണ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ അവിടെ പരിപാടി എന്നൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ ലെറ്റ്സ് ജംപ് ഇൻടു ദി വീഡിയോ. ഒരു 9 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡിലൈറ്റ്സിലാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 11 മണിയായപ്പോഴത്തേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. നമ്മൾ 3 പേരായിരുന്നു, 3 ഷെയറിങ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഔട്ട്സൈഡായിട്ട് കുറച്ച് ചിറ്റ്ചാറ്റൊക്കെ ചെയ്തിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു കുഞ്ഞ് സ്പേസും കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞ് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രോപ്പർ കട്ടിങ് അല്ലാത്തതുകൊണ്ട് അത്ര രസമുണ്ടായില്ല കാണാൻ. അപ്പുറത്തെ സൈഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ നിറയെ ഗാർഡൻ ഉണ്ട്. അതേ മോർണിംഗ് നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറച്ച് ബസ്സിന് വന്നു, എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള സ്പേസ്, അങ്ങോട്ട് വണ്ടി പോകണുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നടന്നു പോകാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴ തുടങ്ങി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഓടി അങ്ങനെ ലഞ്ചിന് പറ്റിയിട്ടുള്ളൊരു സ്പേസ് എത്തി. നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വാവ ഡിനൈസിൻ്റെ ക്ലിപ്പ് ഇങ്ങനെ ഊരിയെടുത്തിട്ട് ചിരിച്ചിട്ടിരിക്കുന്നുണ്ട്. നല്ല ക്യൂട്ടല്ലേ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ അടുത്തൊരു ഗാർഡൻ ഉണ്ടായി. സോ നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അവിടെ ഒരു മന്ത്രി വന്നതുകൊണ്ട് അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായി. അങ്ങനെ ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെ അങ്ങനത്തെ ആ ഡേ അങ്ങനെ തീർന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റ് ടീയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. റോഷായിട്ട് രാവിലെ തന്നെ എക്സസൈസാണ് കേട്ടോ. പിന്നെ ഞാൻ ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിറയെ പ്രാവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ അതിനൊക്കെ ഒന്ന് പറത്താന്ന് ഓർത്തു. എല്ലാത്തിനും പറത്തി കളിയായിരുന്നു. പിന്നെ അവിടെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു കേട്ടോ. ഈ ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളറല്ലേ എൻ്റെ. ബാക്ക് സൈഡ് കുറേ പ്ലേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എല്ലാവരും കൂടി പിന്നെ കളിയായിരുന്നു കേട്ടോ ഫുള്ള്. കണ്ടോ, ബാക്ക് സൈഡ് ഭയങ്കര വ്യൂ ആണ്. മോർണിംഗ് നല്ല രസമുണ്ടായിരുന്നു. സ്കൈയും എല്ലാമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ സൺറൈസൊക്കെ കുറച്ച് ഞങ്ങൾ ലേറ്റായിട്ട് എണീറ്റത്, എന്നാലും രസമാണ്. കുറച്ച് നേരം എല്ലാവരും കൂടി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇഡ്ഡലി, ദോശ, ഉപ്മാവ്, അങ്ങനെ ഓംപ്ലേറ്റ്, അങ്ങനെ വെറൈറ്റി ഉണ്ടായി. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബ്രെഡും ജാമും കഴിച്ചു, ഗീ റോസ്റ്റ് കഴിച്ചു, പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു, ജ്യൂസ് കുടിച്ചു, പായസം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനമൊക്കെ അങ്ങനെ എല്ലാം കഴിച്ചു. കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഫുള്ള് പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് പെട്ടെന്ന് പോയി. കാരണം നമുക്ക് തലേ ദിവസം അത്രയും പ്ലാൻ ചെയ്ത പോലെ ഒന്നും പറ്റിയില്ല. സോ നമ്മൾ ഇന്നെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡിലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവരും റെഡിയായി പോകാനായിട്ട്. ഇത് ഷാൻചേട്ടനാണ് കേട്ടോ, ഷാൻചേട്ടൻ, അശ്വന്തേട്ടൻ, ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ടൈമിന് തന്നെ. ഇത് വന്നിട്ട് വിപിൻ ചേട്ടൻ്റെ വൈഫും കുട്ടികളാണ്. ബാക്കിലുള്ളത് അഭിലാഷ് ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ. പിന്നെ ഞാനും ബ്രെഡും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കയാക്കിങ്ങിൻ്റെ
എൻട്രൻസിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ട്, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ എവിടെയാണ് പോയെന്ന് പറയാമെന്ന്. അപ്പോൾ നമ്മൾ ഊട്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എൻട്രൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഏരിയയിലുള്ള ക്ലൗഡ്സ് കാണണം, എന്ത് രസമായിരുന്നെന്ന് അറിയാമോ. ഇങ്ങനെ നേച്ചറിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ എന്തോരം ഹാപ്പി ആക്കും അല്ലേ. എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെയാണെന്ന്. എനിക്ക് ഇങ്ങനത്തെ തിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. നേച്ചർ ഇപ്പോൾ മൗണ്ട്സിൻ്റെയൊക്കെ അവിടെ പോകുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 4 പേർക്കാണ് കേട്ടോ ഒരെണ്ണത്തിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും പാറും അമലും പിച്ചും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഫുൾ അതിൽ ചുറ്റിയിട്ടുണ്ടായി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റേസ് ചെയ്ത് കളിക്കുമായിരുന്നു. അവിടെ അഭിലാഷേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പുറത്ത്. അപ്പം ഞങ്ങൾ ആര് ഫസ്റ്റ് അവിടെ എത്തും അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഊട്ടിയിലെ കുഞ്ഞ് ട്രെയിനില്ലേ അതിലേക്ക് കയറാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു ജേണിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ ഈ ഹോട്ടലിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യാനുള്ള നമ്മൾ ഒരുപാട് വെറൈറ്റി, അതായത് കേരള സ്റ്റൈൽ ഫുഡായിരുന്നു കറക്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റിയും ഫ്ലേവറൊക്കെ നമ്മുടെ പോലെ തന്നെയായിരുന്നു, സിമിലറായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കഴിച്ചത് ആക്ച്വലി. അതെന്താണെന്ന് പിന്നെ പറയാട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പൈൻ ട്രീ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ലേക്കിൻ്റെ ഒരു ഏരിയയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി സംസാരിച്ച് അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ അഭിലാഷേട്ടൻ നമ്മളൊരു പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് റൊമാൻറ്റിക്കായിട്ട് പൂവൊക്കെ കൊടുത്തിട്ട് ചേച്ചിക്ക് അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടോ. നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മഴയൊക്കെ വന്ന് പിന്നെ അതും നൈസായിട്ട് ഫ്ലോപ്പായി. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പോന്നു. അപ്പോൾ അർച്ചന ചേച്ചി ഐസ്ക്രീം കഴിക്കുന്ന കണ്ടിട്ട് പിന്നെ ഞാനും ഡെനൈസും കൂടി ഓരോ ഐസ്ക്രീം വാങ്ങിച്ചിട്ടോ. പിന്നെ ഗുലാബ് ജാം ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഗുലാബ് ജാമും കഴിച്ചു. അപ്പുറത്ത് ഓരോരുത്തർക്ക് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് ചിലർക്ക് വയറ്റിന് അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗിബ്സനൊക്കെ അവിടെ CID മ്യൂസിയം കണ്ടിട്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വയറ് സെറ്റായിട്ട്. പിന്നെ പിറ്റേ ദിവസം എല്ലാവർക്കും കുറച്ച് പ്രശ്നമായി. പിന്നെ ഞാൻ വന്ന കാര്യം എന്താണെന്ന് പറയാം. നമ്മൾ കമ്പനീൻ്റെ 3rd ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെറിയ ബിസിനസ് മീറ്റിങ്ങും ട്രിപ്പും ആസ് ലൈക്ക് നമ്മൾ ഫാമിലി പോലായിരുന്നു കേട്ടോ ശരിക്കും. ആക്ച്വലി എല്ലാവർക്കും വയ്യായിരുന്നു. ചേട്ടനെ നമ്മൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും പിന്നെ അവിടെ നമ്മൾ ഓവർകം ചെയ്തതും കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്ത് പോന്നു.